5 രൂപ കാണാനുണ്ടല്ലോ. ആ മടിയമ്മത്തായി എന്നെ പറ്റിച്ചത്. എന്താ എന്താ കുഞ്ഞേ? ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ഇനി മാറിയിട്ടില്ല. ഞാനും പേടിച്ചു പോയി. ശയനപ്രദക്ഷിണത്തിന് പോകുമ്പം അവന് നല്ല ശുദ്ധവും വൃത്തിയൊക്കെ വേണ്ടതാ. അതുകൊണ്ട് നീ മോളെ അവന്റെ കൂടെ കിടത്തിയേച്ചേ. നീ എന്റെ കൂടെ വന്ന് കിടന്നോ. നാരായണ ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ വന്ന് കിടക്ക എന്റെ രാജിയെ. കഥ കിടക്കട്ടെ. എന്റെ നടുവിന് എന്തൊരു വേദനയാ. നാരായണ നാരായണ. രാജിയെ ഇന്ന് അച്ഛനും മോളും കൂടെ അങ്ങ് ഉറങ്ങിയാ മതി. ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാവും. ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. രാഘവട്ടം ഉറങ്ങില്ലേ? ഉറങ്ങി ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി.
ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഓ. ഈ മൂത്രത്തിലെ കല്ലില്ലേ, ഓ. അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയേ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ആ, ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാൽ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. തെങ്ങിനെ ആ. ആവൂ, ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ആ, അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്തെങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് വല്ലതും അല്ല, പറഞ്ഞോണ്ടിങ്ങനെ നടക്കാം. ഞാനിപ്പോ ചെന്ന് ഉറങ്ങാനുള്ള ചില പരിപാടി. അതല്ലടോ, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഏ? ഞാനെന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇല്ല. ലൈസൻസ് ഉണ്ട്. അവിടെങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് ഉറക്കം വരുന്നുണ്ട്. മാളൂട്ടി ഈ മുൻമേശ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ. ഇനി വരാം. നാരായണായ രാജി വാ, നാരായണായ വാ. ഇവിടെ കയറി. നാരായണായ നാരായണായ നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറ്. നേരെ ഒരുപാടായി. പോകാം മോനെ. ഇവിടെ ആരും ഇല്ലേ? ഹൈ, വീടൊക്കെ ഇങ്ങനെ മലക്കെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ലല്ലോ. അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മൂത്തമ്മാൻ. ആ, ഇതും ശരിയാവില്ലല്ലോ. ആ, അച്ചമ്മ എവിടെ? വിളിക്കേ. ഈ പിരിവുകാരെ കൊണ്ടു ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ. പെട്ടെന്ന് കണ്ടപ്പോ ഒറ്റ ആരെയാ അത്? ഞാനാടി സരസ്വതി. ശങ്കുമാൻ വന്നിരിക്കണോ? ആ ശങ്കുവപ്പയോ? കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ, ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും. ആ. പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. ഉവ്വോ. ഉം. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് ഇടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല. ആ ആ, ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? ആ, എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. ഉവ്വോ. രാഘവ, ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി, ഒറ്റ തൊഴി. സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ടാ. ആ, നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമാനോ? ആ, ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാൾ നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ. കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായൊക്കെ. അയൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനിരിക്കാനല്ല, പിന്നെന്തിനാണാവോ? 1 കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോടാ അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവാ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം. ഇഞ്ചി, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തിട്ട് വാ. ജാനുവരത്തി ശങ്കുമാന് കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. ഇവിടെ വരടോ. എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ?